ഹായ് എവ്രി വൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. KSEBയിൽ നിങ്ങൾക്ക് പെർമനൻ്റായി ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇത്. അപ്പോൾ മുഴുവനായി കാണുക. ഈ KSEBയിൽ ഈ ജോബിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ അതിൻ്റെ ഏജ് ലിമിറ്റ്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ, എത്രയൊക്കെയാണ് ഇതിൻ്റെ സാലറി എന്നിങ്ങനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. KSEBയിൽ സ്ഥിരം ജോലി അവസരമാണ് വന്നിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെങ്കിൽ KSEB നിലവിലുള്ള ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുള്ളത്. കേരള സർക്കാരിന് കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ 2024 ഓഗസ്റ്റ് 14 മുമ്പ് തന്നെ ഈ അപേക്ഷകൾ നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. ഓഗസ്റ്റ് 14 മുമ്പായിട്ട് നിങ്ങൾ ഈ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. ദെൻ ഇതിൻ്റെ വാക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ എന്ന തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അതായത് KSEBയിലേക്ക് നിലവിൽ 3 ഒഴിവുകൾ മാത്രമാണുള്ളത്. ദെൻ ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ ആയിരിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ 2/1/1988, 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണമെന്നും പറയുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും മറ്റു പിന്നോക്ക വിഭാഗങ്ങളിലുള്ളവർക്കും നിയമാനുസൃത ഇളവ് ഉണ്ടായിരിക്കുമെന്നും പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, ഈ പോസ്റ്റിൻ്റെ സാലറി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് റിക്രൂട്ട്മെൻറ്റ് വഴി ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 59,100 രൂപ മുതൽ 1,17,400 രൂപ വരെ മാസ ശമ്പളം ലഭിക്കുമെന്നും പറയുന്നുണ്ട്. ശമ്പളത്തിന് പുറമെ കേരള സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. തിരക്കേടില്ലാത്ത സാലറിയൊക്കെ ഇതിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് പല ആനുകൂല്യങ്ങളും ലഭിക്കുമെന്നും പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, KSEB എന്ന ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എങ്ങനെയാണെന്ന് നോക്കാം. ഒരു അംഗീകൃത സർവകലാശാലാ ബിരുദവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയോ നടത്തുന്ന ഇൻ്റർമീഡിയറ്റ് പരീക്ഷാ വിജയം വേണമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് BCom ബിരുദം, ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വിഭാഗത്തിൽ 3 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയം വേണമെന്നും പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു അംഗീകൃത സർവകലാശാലാ ബിരുദവും ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പ് നടത്തുന്ന SAS കൊമേഴ്ഷ്യൽ പരീക്ഷാ വിജയവും വേണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, ഹൗ ടു അപ്ലൈ, ഈ പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഔദ്യോഗിക വെബ്സൈറ്റ്, ഈ PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോയിട്ട് അപേക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ യൂസർ നെയിം, അതുപോലെ പാസ്വേഡ്, ക്യാപ്ച എന്നിവ നൽകി ലോഗിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ പാസ്വേഡും യൂസർ നെയിമും അടിച്ച് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക. ശേഷം നോട്ടിഫിക്കേഷൻ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. താഴെ സെർച്ച് ബോർഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് KSEB എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ജോബ് ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ ഓഗസ്റ്റ് 14 ലാസ്റ്റ് ഡേറ്റ്. അതിനു മുമ്പായി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.